അവിടെ വസ്തുത ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ചില ഭിന്നതകളൊന്നും ഈ വ്യവസായിക മേഖലയിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ആ നിലയിൽ കേരളത്തിന്റെ വ്യാവസായിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഇന്ന് മന്ത്രി പി രാജീവ് നിക്ഷേപക സംഗമത്തിന്റെ വേദിയിൽ പറയുകയുണ്ടായി. അതെ, ഈ ഗ്ലോബൽ സമ്മിറ്റ് വാസ്തവത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ളൊരു ശ്രമങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. UDF സർക്കാരൊക്കെ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ നിലയിൽ അച്ചടക്കത്തോടെ പ്ലാനിങ്ങോടെ ഇത്രയധികം രാജ്യത്തെ പ്രതിനിധികളെ ഒപ്പം തന്നെ ഈ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ച് ഒരു വലിയ നിക്ഷേപ സാധ്യതയിലേക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള പ്രാധാന്യം ഇതിനുണ്ട്. ഒപ്പം തന്നെ വർഷ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശശി തരൂരിന്റെ ലേഖനം അതടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഏത് നിലയിലുള്ള സംരംഭം സർക്കാർ തുടങ്ങുമ്പോഴും പ്രതിപക്ഷം അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെ തിരുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നയമെങ്കിലും സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ വികസനങ്ങളെയും എതിർക്കുക എന്നൊരു നിലയിലേക്ക് പ്രതിപക്ഷം മാറിയിട്ടുണ്ട്. അതെ. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ നിലയിൽ പ്രതിപക്ഷം അങ്ങനെ വിട്ടുനിൽക്കാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതും നമ്മൾ കണ്ടതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ലേഖനത്തെ തുടർന്നുണ്ടായ ചർച്ച കേരളത്തിന്റെ വ്യാവസായിക രംഗം കഴിഞ്ഞ 8 വർഷം കൊണ്ട് പ്രത്യേകിച്ചും ഏത് നിലയിൽ വ്യവസായ സൌഹൃദമായി മാറി എന്നുള്ള വലിയ ചർച്ചകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഇടം നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സംരംഭത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വലിയ പിന്തുണയാണ് ഇന്ന് ഈ നിക്ഷേപക സംഗമത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും കേരളത്തിലെ വ്യവസായ രംഗം മെച്ചപ്പെടുന്നതിന് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകാനായി എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഈ ആഗോള നിക്ഷേപക സംരംഭം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തെ പ്രത്യേകിച്ചും വികസന നേട്ടങ്ങളും അടിസ്ഥാന മേഖലയിലടക്കം കേരളം കൈവരിച്ച മാറ്റങ്ങളും ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം ഇന്ന് നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാമല്ലേ? അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കുതിച്ചുചാട്ടത്തിനാണ് കേരളം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാനവശേഷി വികസനത്തിൽ അസൂയാർഹമായ വളർച്ചയാണ് കേരളം കൈവരിച്ചത്. ഈ നേട്ടങ്ങൾ വ്യാവസായിക ഉൽപാദന മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. We have made major strides in simplifying procedures as regards investments. Let me also state that we take criticism in our stride and try to understand what remains to be done in our march forward and making Kerala and an investment destination. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവരും സംസാരിച്ചു. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫക്രു എന്നിവരും കേരളത്തിന്റെ നിക്ഷേപക സ്വപ്നങ്ങൾക്ക് പിന്തുണയുമായി എത്തി. മന്ത്രിമാരായ VN വാസവൻ, MB രാജേഷ്, GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി, CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി പോർട്സ് MD കിരൺ അദാനി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, ആഗോളതലത്തിലുള്ള ബിസിനസ് നയകർത്താക്കൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 28 പ്രത്യേക സെഷനുകൾ, 6 രാജ്യങ്ങളുടെ സഹകരണം, 3000 പ്രതിനിധികൾ തുടങ്ങിയവ ദ്വിദിന ഉച്ചകോടിയുടെ ആകർഷണങ്ങളാണ്. തെരഞ്ഞെടുത്ത കമ്പനികൾ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലെ കരകൌശല സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 2 ദിവസങ്ങളിലുടനീളം ഉച്ചകോടിയുടെ ഭാഗമാകും. ഒപ്പിട്ട കരാറുകളുടെയും ഉറപ്പായ വാഗ്ദാനങ്ങളുടെയും വിവരങ്ങൾ നാളെ പുറത്തുവിടും. കേരളത്തിന്റെ ആഗോള നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക വഴി വലിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തരായ ഒട്ടേറെ നിക്ഷേപകർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെയാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഘടകം. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. വർഷ, കേരളത്തെ നിക്ഷേപത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഈ സംരംഭത്തിന് പിന്നിലുണ്ട്. ഇപ്പോൾ സാലി പറഞ്ഞതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള, കേരളത്തിന് പുറത്തുനിന്നുള്ള മന്ത്രിമാരടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചില പ്രഖ്യാപനങ്ങളൊക്കെ ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിന്റെ വ്യാവസായിക രംഗത്തിന് ഊർജ്ജം പകരാനായി നടത്തി. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും കേരളത്തിലെ വ്യാവസായിക മേഖല മെച്ചപ്പെടുന്നതിന് നൽകുമെന്നും കൂടി ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിലേറ്റവും പ്രധാന വർഷ, ഇപ്പോൾ ഈ സംരംഭക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വ്യവസായികൾ മാത്രമല്ല, കേരളത്തിന്
പുറത്തുള്ളവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ രാജ്യങ്ങളുടെ തന്നെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാവസായിക ഉച്ചകോടികൾ ഈ സംസ്ഥാനം കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് സംസ്ഥാന സർക്കാർ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു ഈ മേഖലയിൽ, അതിന് പ്രതിപക്ഷം പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ ഉച്ചകോടിയുടെ ഉദ്ഘാടന വേളയിൽ തന്നെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും സംസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം ഈ സംസ്ഥാനം ഈ നിലയിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതും നിക്ഷേപകർക്ക് ധൈര്യമായി ഇവിടേക്ക് കടന്നു വരാം എന്നുള്ളതുമാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഇന്നത്തെ വ്യവസായ ഉച്ചകൂടി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ വലിയ സാധ്യതകൾ കേരളം നിക്ഷേപകർക്കായി തുറന്നിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അതെ, അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരാൾ മന്ത്രി പി രാജീവ് കൂടിയാണ് അല്ലെ. വളരെയധികം ആശയങ്ങളുള്ള വിപുലമായ ചിന്താശേഷി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എത്രമാത്രം വ്യക്തമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ കേരളം നിക്ഷേപകരുടെ ഒരു സ്വർഗമായി മാറുമെന്ന ഒരു ഉറപ്പാണ് മന്ത്രി പി രാജീവ് നൽകുന്നത്. അതിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിന്റെ സാധ്യതകൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിക്ഷേപക സംഘം. This is the right time, and we, irrespective of other differences, political, ideological, and governance differences, we are together to attract more investment and create more employment opportunities to our own youth. This is the right time, this is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country, now transformed as a heaven of investment.